പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സീസൺ പകുതിയായപ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് ഫ്രാൻസിസ്കോ അബാലോ. ഫ്രാഞ്ചി എന്ന ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ബംഗളൂരു എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു ഗോൾ നേടാനും താരത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ഏപ്രിൽ മാസത്തെ മികച്ച താരമായി ഫ്രാഞ്ചു തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കളിച്ച മത്സരങ്ങളെല്ലാം മികച്ച പ്രകടനമായിരുന്നു താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് മെയ് 10 മുഹമ്മദ് നസിക്കെതിരെയാണ്. നിലവിലിപ്പോൾ കഴിഞ്ഞ 4 മത്സരങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അൺബീറ്റൻ ആണ്. മുഹമ്മദ് നസിക്കെതിരെയുള്ള മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുള്ളത്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത മത്സരത്തിൽ കരീം ബെനാറിഫ് കളിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ജംഷഡ്പൂർ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ കരീം ബെനാറിഫിന് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ താരത്തിൻ്റെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും അങ്ങനെ പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ താരം ഇഞ്ചുറിയിൽ നിന്നും റിക്കവർ ആവാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ഒരുപക്ഷെ കരീം ബെനാറിഫ് അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിലെ പ്രധാന താരമാണ് കരീം ബെനാറിഫ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ അവശേഷിക്കുന്നത് വെറും 2 മത്സരങ്ങൾ മാത്രമാണ്. സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം മെയ് 17 FC ഗോവയ്ക്കെതിരെയാണ്. അടുത്തൊരു കാര്യം, ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏതൊക്കെ താരങ്ങളാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് എന്നൊന്ന്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത് വിക്ടർ ബർത്തേമിയാണ്. 3 ഗോളുകളാണ് താരം സ്കോർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള താരങ്ങളായിട്ടുള്ള മത്തിയാസ് ഹെർണാണ്ടസ്, ഫാലു, ബിബിൻ മോഹനൻ, അജിസൽ, നിഹാൽ സുധീഷ്, ഫ്രാഞ്ചു എന്നീ താരങ്ങളെല്ലാം 1 ഗോൾ വീതമാണ് നേടിയിരിക്കുന്നത്. ഈ ഒരു സീസണിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നത് 9 ഗോളുകളാണ്. എന്തായാലും വരുന്ന മത്സരവുമായി ബന്ധപ്പെട്ടല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.